Hi students, welcome to LMthing. നമ്മൾ പാർട്ട് 6 റിവിഷൻ ആണ് ചെയ്യുന്ന ആറാം ഭാഗം യൂണിറ്റ് 1 അരിത്തമെറ്റിക് സീക്വൻസസ്. ഒന്നാമത്തെ ചോദ്യം, the algebraic form of an arithmetic sequence is 5n plus 4. What is its first term? What is the difference of its 10th and 20th terms? Can the difference of any two terms of the sequence be 368? Justify your answer. അപ്പം ഇതിൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 5n+4 ഈ ശ്രേണിയുടെ ആദ്യ പദം എത്ര? 10ാം പദവും 20ാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഈ ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 368 ആകുമോ? എന്തുകൊണ്ട്? അപ്പൊ ഇതാണ് ചോദ്യം. നമുക്ക് ഓരോന്നിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പം xn തന്നിട്ടുണ്ട്, എത്രയാണ്? 5n+4. എക്സിന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും. x1 അല്ലെങ്കിൽ a എന്നും എഴുതാം. ഈക്വൽ 5 × 1 + 4, 5 + 4 9. അപ്പോൾ ഒന്നാം പദം 9 എന്ന് കിട്ടി. അല്ലെങ്കിൽ തന്നെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. 5 4 9. ഇനി രണ്ടാമത്തത് 10th ടേമും 20th ടേമും. x20 - x10 എത്രയായിരിക്കും? 10 കോമൺ ഡിഫറൻസിന്റെ വ്യത്യാസമുള്ള 20 10 പോയാൽ 10. ഒന്നാം പദത്തിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ രണ്ടാമത് പൊതുവ്യത്യാസങ്ങൾ ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 10 പൊതുവ്യത്യാസമാണ്. അപ്പം 10d എന്ന് എഴുതാം. ഇവിടെ d എത്ര? കോമൺ ഡിഫറൻസ് എത്ര? ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ടേം 9, സെക്കൻഡ് ടേം ആണെങ്കിലോ 5 × 2 + 4, ദാറ്റ് ഈസ് 10 + 4 എത്ര? 14. അപ്പം 14 - 9 എത്രയാണ്? 5 ആണ്. ഇത് തന്നെയാണ് കോമൺ ഡിഫറൻസ്. മനസ്സിലായല്ലോ? ഇത് തന്നെയാണ് എന്നിനോടൊപ്പം ഉള്ള കോഎഫിഷ്യന്റ് ആണ് എപ്പോഴും കോമൺ ഡിഫറൻസ്. പിന്നെ ഇത് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. d = 5. ഇവിടെ നമുക്ക് ആ വാല്യൂ കൊടുക്കാം, ആ വില കൊടുക്കാം. 10 × 5 എത്ര കിട്ടും? 50 കിട്ടും. അപ്പം 10ാം പദവും 20ാം പദവും തമ്മിലുള്ള വ്യത്യാസം 50. ഇനി സി, can the difference of any two terms of the sequence be 368? ഇവിടെ നോക്കിക്കേ, ഞാൻ ആ സീക്വൻസ് ഇപ്പോൾ എഴുതാം. ഒന്നാം പദം 9, 14. അടുത്ത പദം എത്ര? 5 കൂടെ കൂട്ടുമ്പോൾ 19. പിന്നെ അടുത്തത് എത്ര? 24. ഇങ്ങനെ അങ്ങ് പോവുക. ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 368 ആകുമെന്ന്. ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? 19 - 9 10. ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? 24 - 9 എത്ര? 15. അപ്പൊ 5ന്റെ ഗുണിതങ്ങളാണ് വ്യത്യാസമായിട്ട് വരിക. എന്താണ്? 5ന്റെ ഗുണിതങ്ങൾ, മൾട്ടിപ്പിൾസ് ഓഫ് 5 comes as the difference between any two terms. അങ്ങനെയാണെങ്കിൽ 368നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് ശേഷം ഇല്ല. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എന്നാലും കാണിച്ചു തരാം. 7 5 35, 18 I3 15 ശിഷ്ടം 3. അപ്പോൾ വാട്ട് ഈസ് ദ ആൻസർ? നോ. ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം 368 ആകുമോ? ഇല്ല. എന്തുകൊണ്ടാ? ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ common difference 5. ഓക്കെ. അപ്പം 3 മാർക്കിന്റെ ചോദ്യമാണ്, എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. ഇപ്പൊ ഇങ്ങനെ ഒരു എണ്ണാം പദം തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം 5 4 9. കോമൺ ഡിഫറൻസ് എപ്പോഴും എന്താണ്? എന്നിനോടൊപ്പം ഉള്ള കോഎഫിഷ്യന്റ്. പിന്നെ ഏതെങ്കിലും പദമാവോ എന്ന് ചോദിച്ചാൽ, അപ്പൊ ഇതിൻ്റെ അത് നോക്കിക്കേ, 5ന്റെ ഗുണിതങ്ങളാണ്. പിന്നെ ഇത് 4 എന്തായിട്ട് വരും? അത് ശിഷ്ടമായിട്ടാണ് വരിക. അപ്പൊ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ അടുത്ത് രണ്ടാമത്തെ ചോദ്യം, what is the remainder on dividing the terms of the arithmetic sequence 100, 109, 118 by 9?
രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ദ സീക്വൻസ് ഓഫ് 3 digit numbers which are multiples of 9. Third, what is the position of 999 in the arithmetic sequence of 3 digit numbers which are multiples of 9? അപ്പോൾ ഇത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്, 100, 109, 118 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളെ 9 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം. അപ്പൊ ശിഷ്ടമാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തത് 9ന്റെ ഗുണിതങ്ങളായ 3 അക്ക സംഖ്യകളുടെ ശ്രേണി എഴുതുക, 9ന്റെ ഗുണിതങ്ങളായ. മൂന്നാമത്തത് 999 ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ആൻസർ കണ്ടുപിടിക്കാം. അപ്പം 100നെ 9 കൊണ്ട് ഹരിക്കുകയാണ്. 1, 9, 10, 1, 9. ശിഷ്ടം എത്ര? റിമൈൻഡർ എത്ര? 1. ശിഷ്ടം 1. പിന്നെ അടുത്തത് 3 അക്ക സംഖ്യകൾ. അപ്പം ഒന്നാമത് എന്തായിരിക്കും? ശിഷ്ടം 9. ഇതിൻ്റെ കൂടെ ഒരു 8 കൂടെ കൂട്ടിയാൽ ശിഷ്ടം എന്തായിട്ട് വരും? 0. അപ്പം ഇതിൻ്റെ കൂടെ ഈ 8 കൂടെ ഇവിടെ കൂട്ടുക. നോക്കിക്കേ, അപ്പം ഒന്നാമത് എത്ര കിട്ടും? 100, 8, 108 എന്ന് കിട്ടും. ശരിയല്ലേ? നോക്കിക്കേ, അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി, ഇവിടെ ശിഷ്ടം എത്രയാണോ അതിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ ഈ 9 കിട്ടും നോക്കുക. അപ്പൊ 8 കൂട്ടുമ്പോൾ 9 കിട്ടും. അപ്പൊ 100ന്റെ കൂടെ 8 കൂടെ കൂട്ടുക. അപ്പൊ 100, 8, 108. അങ്ങനെ ഒന്നാം പദം നമുക്ക് കിട്ടി. അടുത്തത് മൂന്നാമത്തെ, റൈറ്റ് ദ സീക്വൻസ് ഓഫ് 3 digit numbers. ഒന്നാം പദം കിട്ടിയെങ്കിൽ 9, 9 കൂട്ടി നമുക്ക് ആൻസർ എഴുതിക്കൂടെ? അപ്പൊ 108, 9 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 117. ശരിയല്ലേ? 17 അല്ലല്ലോ, 8, 2, 17. കേസ് കറക്റ്റ്. 117. 9 എത്ര? 126. അപ്പൊ അങ്ങനെ നമുക്ക് ഇതാണ് ശ്രേണി ആയിട്ട് പോകുന്നത്. അപ്പം വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ് 999? അപ്പോൾ എത്ര ടേംസ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എന്നാം പദം എത്ര നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ടാമത്തെ എഴുതി, റൈറ്റ് ദ സീക്വൻസ് ഓഫ് 3 digit numbers നമ്മൾ എഴുതി. ഇനി അടുത്തത് മൂന്നാമത്തെ ഉത്തരം. മൂന്നാമത്തെ ഉത്തരമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ മൂന്നാമത്തത് വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ്, അപ്പോൾ n കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു സൂത്രം, n is equal to xn minus x1 by d plus 1. ഇത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയൊരു മാർഗമാണ്. ഇതെല്ലാവരും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ xn എത്ര? ഞാൻ ഇങ്ങോട്ട് എഴുതാം. n is equal to xn 999 last number by minus 108 by d. common difference എത്രയാണ്? 9 plus 1. എത്ര വരും? 999ന്റെ കൂടെ 999 minus 108 എത്ര വരും നോക്കിക്കേ. 9 ന് 8 പോയാൽ 1, 9, 8 by 9 plus 1. അപ്പോൾ 899 by 9. അപ്പം ഞാൻ താഴോട്ട് എഴുതാം. എത്ര വരും? 99, 81, 99 വരും. 99 plus 1 എത്ര വരും? 100. അപ്പം 999 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണ്? 100ാമത്തെ പദമാണ്. അപ്പൊ ഈ n കണ്ടുപിടിക്കാനുള്ള ഈ സൂത്രവാക്യം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ എഴുതി വെച്ചിരുന്നോ? നിങ്ങൾക്കത് മനസ്സിലാക്കി എളുപ്പത്തിൽ ചെയ്യാനുള്ള മാർഗമാണ്. അല്ലാതെ നമുക്ക് ചെയ്യാം, പക്ഷെ ഇത് എളുപ്പത്തിൽ ചെയ്യാനുള്ള മാർഗമാണ്. ഓക്കെ, ഇനിയിപ്പോൾ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, the sum of first n terms of an arithmetic sequence is n square plus 2n. What is the first term? Find the common difference. What is the sum of first 20 terms? Prove that the sum of continuous terms starting from the first of the sequence 3, 5, 7 dash added to 1 to give a perfect square.
അപ്പം ഈ ചോദ്യം തന്നെ നമ്മൾ മലയാളത്തിലാണെങ്കിൽ എങ്ങനെ ഇരിക്കും ചോദ്യം? നമുക്ക് പറയാം, അതായത് ഈ ശ്രേണിയുടെ എന്താണ്, ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ ബീജഗണിത രൂപമാണ് തന്നിരിക്കുന്നത് അല്ലേ? ആ ബീജഗണിത രൂപത്തില് എന്താണ്, ഒന്നാം പദം കണ്ടുപിടിക്കുക, പിന്നെ അവയുടെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക, ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക, പിന്നെ ഈ സമാന്തര ശ്രേണിയിൽ 3, 5, 7 എന്ന ശ്രേണിയിൽ 1 കൂട്ടിയാൽ അതൊരു പൂർണ്ണവർഗമാണെന്ന് തെളിയിക്കുക. അപ്പൊ ഇങ്ങനെ 4 ചോദ്യങ്ങളാണുള്ളത്. ഇത് 4 മാർക്കാണ്. അപ്പോഴ് നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് തുകയാണ്, SN ആണ്. ഈ തുകയിലാണ് ഈ സ്ക്വയർ ഒക്കെ വരുന്നത് കേട്ടോ. അതാണ്ട ഈ രണ്ടാം കൃതി വരുന്നത് എപ്പോഴും തുകയുടെ ബീജഗണിത രൂപത്തിലാണ്. n-ാം പദത്തിന്റെ ആണെങ്കിൽ 2n+1, 3n+4 അങ്ങനെയൊക്കെയാണ്, 3n+2, 5n+4 ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം ഇത് തുകയുടെയാണ് തന്നിരിക്കുന്നത് n². ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഇത് തുകയുടെ ബീജഗണിത രൂപമാണ് തന്നിരിക്കുന്നത്. തുകയുടെ ബീജഗണിത രൂപത്തിലാണ് രണ്ടാം കൃതി n² വരുന്നത്. n-ാം പദത്തിന്റെ ബീജഗണിത രൂപമാണെങ്കിൽ 2n+1, 3n+2, 4n-3 ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോഴ് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. n-ന് 1 കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. n-ന് 1 കൊടുക്കുക, 1² + 2 × 1 എത്ര? 1 + 2 × 1 is 2, 1 + 2 is 3. സം ഓഫ് 1 ടേം എന്ന് പറയുന്നത് ഒന്നാം പദം x1 തന്നെയാണ്. അപ്പൊ ഒന്നാം പദത്തിന് ആൻസർ കിട്ടി, 3 എന്ന് കിട്ടി. വാട്ട് ഇസ് ദ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് കാണാൻ എപ്പോഴും എന്താ, n² കോഎഫിഷ്യന്റ് ഡബിൾ ആണ്. അപ്പം അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് n² കോഎഫിഷ്യന്റ് എത്താണ്? 1. 1ന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ കോമൺ ഡിഫറൻസ് ഈക്വൽസ് 2. ഇതൊക്കെ ഈസി ട്രിക്കാണ്. ഇതൊക്കെ നിങ്ങൾ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പഠിച്ചു വെച്ചിരിക്കണം. എന്തുകൊണ്ടാ? സമയം ലാഭിക്കാം. മൂന്നാമത്തെ ഉത്തരം സം ഓഫ് 20 ടേംസ്. അപ്പൊ സം ഓഫ് 20 ടേംസ് കാണാൻ നമുക്ക് SN = n/2 × x1 + xn. അപ്പൊ 20-ാം പദത്തിന് ഫസ്റ്റ് ടേം, ഇത് 20-ാം പദവും ഇങ്ങനെയൊക്കെ ഈ സൂത്രവാക്യം ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ല. തുകയുടെ ബീജഗണിത രൂപമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതില് n-ന് 20 കൊടുത്താൽ 20-ാം പദം കിട്ടും, S20. ചില കുട്ടികൾ ഇതൊന്നും ഓർക്കാതെ മറ്റേ രീതിയിലേക്ക് പോകും. അത് ഒരുപാട് സമയം എടുക്കും കണ്ടുപിടിക്കാൻ. നമുക്ക് ആൻസറൊക്കെ കിട്ടും, എന്നിരുന്നാലും അത് ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടുത്തും. S20 = 20² + 2 × 20. 20² എന്ന് പറയുമ്പോൾ എത്ര വരും? 400 അല്ലേ? 400 + 2 × 20 is 40. 440 കിട്ടും. അപ്പം മൂന്നാമത്തെ ആൻസറായി. നാലാമത്തത് 3, 5, 7. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ ബീജഗണിത രൂപം അനുസരിച്ച് ഒന്നാം പദത്തെ കിട്ടി, 3 കിട്ടി അല്ലേ? കോമൺ ഡിഫറൻസ് 2 ആണ്. രണ്ടാമത് എത്ര? 5. പിന്നെ അടുത്ത പദം എത്ര? 7. അപ്പൊ ഈ തന്നിരിക്കുന്ന എന്താണ്, തുകയുടെ ബീജഗണിത രൂപം ഈ നമുക്ക് നാലാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന അതേ സീക്വൻസിന്റെ ബീജഗണിത രൂപം തന്നെയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ ചോദ്യങ്ങളും കണക്റ്റഡ് ആണ്. ഒന്നിന് കണക്ട് ചെയ്ത് 2, 2നെ കണക്ട് ചെയ്ത് 3, അങ്ങനെ ഓരോ ചോദ്യങ്ങളും കണക്റ്റഡ് ആണ്. അപ്പൊ 3, 5, 7 എന്ന് നമുക്ക് തന്നിരിക്കുന്ന ശ്രേണി നമുക്ക് തന്നിരിക്കുന്ന തുകയുടെ ബീജഗണിത രൂപത്തിലെ ശ്രേണി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ചെയ്യാം. n² + 2n. അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ നോക്കിയേ ഏതിൻ്റെ രൂപം നോക്ക്. a + b² രൂപയിൽ എക്കും ബിക്കും പകരം എന്തുണ്ട്? n-ഉം 1. n+1² ശരിയല്ലേ? നോക്കി a² + 2 × n, 2 × 1 × n, 2n + 1². അപ്പം ഇത് സ്ക്വയർ ആയി. അപ്പം prove that the sum of continuous terms starting from the first. Yes, it is a perfect square. It is a
പെർഫെക്റ്റ് സ്ക്വയർ. സ്ക്വയർ വന്നില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. എളുപ്പത്തിൽ, അല്ലാതെ വാരി വലിച്ച് എഴുതിയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. അപ്പോൾ 4 മാർക്കിൻ്റെ ഒരു ചോദ്യം കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഇന്ന് 3 കണക്ക് ചെയ്ത് ലെറ്റ് മീ വൈൻഡ് അപ്പ്. ബാക്കിയുള്ള കണക്കുകൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.